ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പയർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മറ്റേ ചുവന്ന പയറുണ്ടല്ലോ, ഉണക്കപ്പയർ അതല്ല കേട്ടോ. ഈ ഇതുപോലുള്ള വാളൻ പയറുണ്ടല്ലോ, അത് ഇങ്ങനെ അതിൻ്റെ അകത്തുള്ള ഈ പയറാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മൂത്ത പയറാണെങ്കിൽ നമ്മൾ അത് വറവാക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ലല്ലോ, അപ്പോൾ അതിനകത്തുള്ള ഈ പയറിൻ്റെ വിത്തുണ്ടല്ലോ, അത് ഇതുപോലെ എടുത്തിട്ട് അങ്ങനെ വറവാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ചധികം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് അധികം വേവുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളവും കുറച്ചധികം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളം ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. ആ സമയം ഇതിലേക്ക് തേങ്ങ ചിരകി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലത്തെ വെള്ളം ഫുള്ളൊന്ന് ആറുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിലത്തെ വെള്ളം ഫുള്ള് ആറിയിട്ടുണ്ട് കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കുക. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നേരെ വറവിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ പയർ വറവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പയർ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.